ഈ ലോക്ക്ഡൗൺ കാലത്ത് ഞാൻ നടത്തിയ യാത്രകളിൽ എനിക്ക് പുതിയ പുതിയ അറിവുകളാണ് കിട്ടിയത്. ഇന്നത്തെ യാത്ര കുറച്ച് അപകടം പിടിച്ചതാ. ഭയത്തിന്റെ തുരുത്തിലേക്കാണ് ഈ യാത്ര. യാത്രക്കിടെ ഒരു കൊക്കിന്റെ ദയനീയ അവസ്ഥ എനിക്ക് ഭയങ്കര വിഷമായി. കീഴ്ഭാഗത്തെ കൊക്ക് മുറിഞ്ഞിരിക്കുന്നു. എനിക്ക് അതിനെ രക്ഷിക്കാൻ പറ്റൂലായിരുന്നു. പണ്ടുകാലത്ത് കൗവായിക്കായലിൽ കായൽ മുതലകൾ മതിച്ചു പുളച്ചതാണെന്ന് വില്യം ലോഗന്റെ മലബാർ മാനുവലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കായലോരമാകെ കണ്ടൽ നിറഞ്ഞു നിന്നിരുന്നു. അവിടെയാണ് മുതലകളുടെ ഈ പുളച്ചിൽ. ഇന്ന് വലിയ പറമ്പിലെ മാടക്കാലിന് തെക്ക് വനം വകുപ്പ് നട്ടുപിടിപ്പിച്ച കണ്ടലുകൾ ആ പഴയ പ്രതാപത്തെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മളിപ്പോൾ കൗവായിക്കായലിന്റെ ഒത്ത നടുവില്, മാടക്കാലിന്റെയും കൗവായുടെയും അടിയില്. അതെ, നമ്മൾ കുരിപ്പാടിൽ എത്തിക്കഴിഞ്ഞു. എന്റെ ഒപ്പം പ്രമോദേട്ടനുണ്ട്. കോവിഡിന്റെ പേടിയിലാണല്ലോ നമ്മളെല്ലാരും. പണ്ടും നമ്മളെ നാട്ടിൽ ഇങ്ങനൊരു കാലം ഉണ്ടായിരുന്നു. പണ്ട് കാലത്ത് നമ്മുടെ നാടിനെ ആകെ പേടിപ്പെടുത്തുന്ന ഒരു രോഗം ഉണ്ടായിരുന്നു. എന്തെന്നറിയോ? വസൂരി. വസൂരിയും ഈ കുരിപ്പാടും തമ്മിൽ ഒരു ബന്ധമുണ്ട്. എന്തെന്ന് നോക്കിയാലോ? 1940കളിൽ അന്ന് നാടാകെ വസൂരി പടർന്നു പിടിച്ചു. കുരിപ്പേ കുരിപ്പേ എന്ന് വീട്ടിന്നൊക്കെ വിളിക്കുന്ന കേട്ടിട്ടുണ്ടാവും. എന്താ കുരിപ്പ്? വസൂരി രോഗാണ്. അന്ന് വസൂരി അഥവാ കുരിപ്പിന് ഒരു മരുന്നുമില്ലായിരുന്നു. കുരുമുളക് കഷായായിരുന്നു ഒറ്റ മരുന്ന്. പണ്ട് കാലത്ത് വസൂരി പിടിപെട്ട് മരിക്കാറായ ആളുകളെ ജീവനോടെ തള്ളിയിരുന്നത് ഈ തുരുത്തിലായിരുന്നു. മെടഞ്ഞ പച്ചവളയിൽ പൊതിഞ്ഞ് ധൈര്യശാലികളായ ആളുകൾ രാത്രി സമയത്താണ് വസൂരി രോഗികളെ ഓലപ്പന്തങ്ങൾ വീശി ഇരുട്ടിനെ കീറി മുറിച്ച് തോണിയിൽ കയറ്റി ഇടത്തേക്ക് കൊണ്ടുവരല്. വസൂരി വന്ന് മരിച്ചവരെ തള്ളുന്നതും ഇവിടെ തന്നെ. വസൂരിക്കാർ മരിച്ചാൽ നാട്ടുംപുറത്ത് കുഴിച്ചിടാറില്ല. ചരിത്രത്തിന്റെ ആഴങ്ങളിലേക്ക് മുങ്ങി നിവരുമ്പോൾ വസൂരി സൃഷ്ടിച്ച ദുരന്തമുഖത്ത് ജീവനോടെ ഇവിടെ വലിച്ചെറിയപ്പെട്ട മനുഷ്യരുടെ തേങ്ങലുകൾ കേൾക്കാം. അതെ, പഴമക്കാരുടെ മനസ്സിൽ മരണത്തിന്റെ തുരുത്തായി മാറ്റങ്ങളില്ലാതെ ഒറ്റപ്പെട്ടു നിൽക്കുകയാണ് ഈ തുരുത്ത്. കുരിപ്പാടും കണ്ടലും കണ്ടു. നാളെ നമുക്ക് മറ്റു വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ബൈ.